ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ബൈത്താണ്. ഈ ബൈത്ത് തുടർച്ചയായി 7 ദിവസം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അതോടൊപ്പം തന്നെ ഈ ബൈത്ത് ഒട്ടനവധി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിലാക മത്ലൂബി. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും എന്നും നമ്മളെ മജ്ലിസ് കാണാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു അകറ്റി തരട്ടെ. ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റി കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച മഹാനവറുകൾ ചൊല്ലിയ അത്ഭുതകരമായ ഒരു ബൈത്തിനെ കുറിച്ചാണ്. ആരാണ് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് കൃത്യമായി നമ്മൾക്കറിയാം. ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫയാണ്. മാത്രമല്ല അതിലുപരി മഹദിയായ ഫാത്തിമ ബീവിയുടെ ഭർത്താവാണ്. റസൂലുള്ളാഹിന്റെ മരുമകനാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അത്രയും വിജ്ഞാനം അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. എല്ലാ വിജ്ഞാനവും, ശാസ്ത്രവും ഗണിതവും അതുപോലെ തന്നെ ഗോളശാസ്ത്രവും എല്ലാം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രചിച്ച ബൈത്താണ് ജൽജലൂത്ത് ബൈത്ത്. ഈ ജൽജലൂത്ത് ബൈത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബൈത്തുണ്ട്. ഈ ബൈത്ത് 7 ദിവസം തുടർച്ചയായി നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരു ദിവസവും ഒഴിവാക്കാതെ തുടർച്ചയായി നമ്മൾ ചൊല്ലണം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്. ഏത് സമയത്താണ് ചൊല്ലേണ്ടത് എന്ന് കൃത്യമായി മഹാന്മാര് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ നല്ല സമയം തിരഞ്ഞെടുത്തോളൂ. ഇശാ മഗ്രിബിയുടെ ഇടയിലാവാം, അതല്ലെങ്കിൽ സുബ്ഹിയുടെ മുമ്പാവാം, അതല്ലെങ്കിൽ ളുഹാ സമയത്താകാം, അതല്ലെങ്കിൽ സുബ്ഹിയുടെ ശേഷമാകാം. ഏത് സമയത്താകട്ടെ 7 ദിവസം തുടർച്ചയായി ചെല്ലണമെന്നുള്ളതാണ് അതിന്റെ നിബന്ധന. ഒരു ദിവസവും ഒഴിവാക്കാൻ പാടില്ല. അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. അങ്ങനെ ഈ പറയാൻ പോകുന്ന ബൈത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്നാമതായി നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം എന്താണെന്നറിയോ? ഈമാനിന്റെ പ്രകാശം നമ്മളെ മുഖത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഈമാനിന്റെ മാധുര്യം അല്ലാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ ഗുണം സമ്പന്നനാകാൻ കഴിയുമെന്നുള്ളതാണ്. സമ്പത്താണല്ലോ എല്ലാവരുടെയും വിഷയം. എത്രയോ ആളുകൾ സാമ്പത്തികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്ന ബൈത്ത് 7 ദിവസം തുടർച്ചയായി ചൊല്ലിക്കോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സമ്പന്നനാക്കും. ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുകയാണ്. അതുപോലെ മൂന്നാമത്തെ ഗുണം, ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഒരുപാട് ആളുകൾ പറയുന്ന ഒരു വിഷയമാണ്, അങ്ങോട്ട് തിരിഞ്ഞാലും ശത്രു, മുമ്പിൽ തിരിഞ്ഞാലും ശത്രു, ബാക്കിലും ശത്രു, ഇടതുഭാഗത്തും ശത്രു, എല്ലായിടത്തും ശത്രുക്കളാണ്, വീട്ടിലും ശത്രുക്കള്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ എന്ന് പല സഹോദരി സഹോദരന്മാരും ചോദിക്കാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ പറയാൻ പോകുന്ന ബൈത്ത് നിങ്ങൾ പതിവാക്കിക്കോളിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് രക്ഷ നൽകുകയാണ്. അതുപോലെ തന്നെ നല്ല ബർക്കത്ത് നമ്മളുടെ എല്ലാ മേഖലകളിലും ഉണ്ടാകും. കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാകും, അതുപോലെ തന്നെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകും, നമ്മളുടെ ജോലിയിൽ ബർക്കത്ത് ഉണ്ടാകും, വീട്ടിൽ ബർക്കത്ത് ഉണ്ടാകും. അത്രയും പവറാണ് ഈ പറയാൻ പോകുന്ന ബൈത്ത്. കഴിയുന്ന ആളുകളൊക്കെ ഈ ബൈത്ത് വീട്ടിൽ എഴുതി വെച്ചോ. അല്ലാഹുവിന്റെ കാവലുറപ്പാണ്. നിങ്ങളുടെ കടയിലും ബിസിനസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ
ഈ ബൈത്ത് നിങ്ങൾ എഴുതി വെച്ചോളൂ. വല്ലാത്ത പോരിശയാണ്, നല്ല ലാഭം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പറയുന്ന മറ്റൊരു വിഷയമാണ് സിഹിർ ചെയ്തിട്ട് ഉസ്താദെ ഞങ്ങളെ തളർത്തിയിട്ടുണ്ട്, എപ്പോഴും രോഗമാണ്, കഷ്ടപ്പാടാണ്, ദുഃഖമാണ്, ഒരു സമാധാനമല്ല. അയൽവാസികൾ സിഹിർ ചെയ്തു, കുടുംബക്കാര് സിഹിർ ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, ജൽജലൂത്ത് ബൈത്തിലെ ഈ പവർഫുള്ളായ ബൈത്ത് 7 ദിവസം നിങ്ങൾ തുടർച്ചയായി ചൊല്ലിക്കോളൂ. എത്ര കൊടും സിഹിറാണെങ്കിലും ബാത്തിലായി പോകും. സിഹിർ നമ്മൾക്ക് ഏൽക്കൂല. നമ്മളെ ശത്രുക്കളാണല്ലോ നമ്മൾക്ക് സിഹിർ ചെയ്യുക. ആ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തും. അള്ളാഹു അവരെ നന്നാക്കി കളയുകയാണ്. അള്ളാഹു അവരെ നമ്മളെ മിത്രങ്ങളാക്കി മാറ്റുകയാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ കള്ളന്മാരെ ശല്യം ഉണ്ടാകൂല. ഇന്നിപ്പോ കള്ളന്മാരുടെ കുറുവാ സംഘമൊക്കെ നമ്മളെ കേരളത്തിൽ വിളയാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ വാർത്തയിൽ കേട്ടതാണല്ലോ. ഭീകരമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുന്ന, മനുഷ്യരെ ആക്രമിക്കുന്ന കുറുവാ സംഘം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ ജൽജലൂത്ത് ബൈത്ത് നമ്മൾ പതിവാക്കിക്കോളിയും. ജൽജലൂത്ത് ബൈത്ത് മുഴുവനായി ചെല്ലാൻ കഴിയുന്ന ആളുകൾ മുഴുവനായും ചെല്ലണം. ഇത് നമ്മളെ സബീനകളിലൊക്കെ കാണാൻ കഴിയും, ഗൂഗിളിലൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്. ജൽജലൂത്ത് ബൈത്ത് മുഴുവനായുണ്ട്. ഏതാണ് എന്റെ പ്രിയമുള്ളവരെ ആ ബൈത്ത് എന്നറിയോ? സഅൽതൂക ബിൽ ഇസ്മിൽ മുഅല്ലമി ഖദ്റുഹു ബിആജിൻ ഉഹൂജിൻ ജൽജലൂത്തിൻ വഹൽഹലത്. ഒന്നുകൂടെ ശ്രദ്ധിക്കും. സഅൽതൂക ബിൽ ഇസ്മിൽ മുഅല്ലമി ഖദ്റുഹു ബിആജിൻ ഉഹൂജിൻ ജൽജലൂത്തിൻ വഹൽഹലത്. സ്ക്രീനിലേക്ക് നോക്കി ശരിക്ക് എഴുതിയെടുക്കണം, തെറ്റാൻ പാടില്ല. സഅൽതൂക ബിൽ ഇസ്മിൽ മുഅല്ലമി ഖദ്റുഹു ബിആജിൻ ഉഹൂജിൻ ജൽജലൂത്തിൻ വഹൽഹലത്. സഅൽതൂക ബിൽ ഇസ്മിൽ മുഅല്ലമി ഖദ്റുഹു ബിആജിൻ ഉഹൂജിൻ ജൽജലൂത്തിൻ വഹൽഹലത്. കഴിയുന്ന ആളുകൾ 7 വട്ടം ചെല്ലണം കേട്ടോ. 7 വട്ടം 7 ദിവസമായി നമ്മൾ പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ അള്ളാഹു സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാവരുടെ സാലിഹായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഈമാനും തഖ്വയും നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മൾക്കും നമ്മളുടെ അയൽവാസികൾ, കുടുംബക്കാര്, മാതാപിതാക്കള്, വല്ലുപ്പ വല്ലുമ്മമാര്, ജ്യേഷ്ഠനിയന്മാര്, നമ്മളുമായി ബന്ധപ്പെട്ടവര്, അതുപോലെ തന്നെ ഭക്ഷണം തന്ന ആളുകൾ, സ്നേഹിച്ചവര്, സഹായിച്ചവര്, മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ആളുകൾ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കട്ടെ. പടച്ചവനെ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കല്ല. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കല്ല. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹ്മ ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.